സർ, ഞാൻ ആരതിയെ വിളിച്ച് അവളുടെ വീട്ടിലേക്ക് പോയിക്കോട്ടെ? എന്തിന്? വെറുതെ. അതെങ്ങനെയാ താൻ പോകുന്നേ? വേദയുടെ ബർത്ത്ഡേ അല്ലേ, പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കല്ലേ? അതുകൊണ്ടാ ഞാൻ പോട്ടേന്ന് ചോദിച്ചത്. ആളുകളെല്ലാം വരുമ്പോ എന്നെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ മറുപടി പറയാൻ പത്മ മാഡത്തിന് നാണക്കേടാവും. ഞാനിവിടെ ഇല്ലെങ്കിൽ മാഡത്തിന് അത് സന്തോഷമായിരിക്കും. ബാക്കിയുള്ളവർക്കും അതെ. തന്നെ ഇവിടെ ആരും ഒന്നും പറയില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. അതാ വേറൊരു കുഴപ്പം. എന്നെ ഇവിടെ ആരും ഒന്നും പറയാതിരിക്കാൻ സാർ അങ്ങ് ബഹളം തുടങ്ങും. ഓർമ്മയുണ്ടല്ലോ പത്മ മാഡത്തിനൊരു സ്വീകരണം വെച്ചത്? അതിനിടയിൽ സാർ എന്റെ ബർത്ത്ഡേ ആഘോഷമൊന്നും മറന്നിട്ടില്ലല്ലോ. എത്ര ദിവസം കഴിഞ്ഞിട്ട് ആ പ്രശ്നമൊക്കെ ഒന്ന് മാറിയത്? താൻ ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചോണ്ടിരിക്കണോ? തല്ല് കിട്ടിയവര് അതിന്റെ കാരണങ്ങൾ എന്നും അന്വേഷിക്കും സാർ. തല്ലിയവര് ചിലപ്പോ മറന്നുപോകും. എന്ത് പറഞ്ഞാലും ശരി, താൻ എങ്ങോട്ടും പോകുന്നില്ല. പാർട്ടി സമയത്ത് താൻ ഇവിടെ തന്നെ ഉണ്ടാവും, കേട്ടല്ലോ? അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യമുണ്ട്. എന്താ? ഇന്ന് പാർട്ടി തീരുന്നവരെ സാറ് മദ്യപിക്കരുത്. എന്ത് പാർട്ടി? മദ്യപിച്ചു കഴിഞ്ഞാൽ സാറിന്റെ സ്വഭാവം മാറും. പിന്നെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണോ അമ്മയുടെ സ്വീകരണമാണോ എന്നൊന്നും സാറ് നോക്കില്ല. അതുകൊണ്ട് പറഞ്ഞതാ. സാറ് മദ്യപിച്ച പിന്നെ ഞാനിവിടെ നിൽക്കില്ല. തനിക്ക് അത്ര വിശ്വാസമില്ലേ? ഒട്ടുമില്ല. മദ്യപിച്ചു കഴിഞ്ഞാൽ സാറിന്റെ സ്വഭാവം മാറുന്ന ഉറപ്പാ. സ്വന്തം ഭർത്താവിനെ വിശ്വസിക്കാതിരിക്കാന്നൊക്കെ പറയുന്നത് കുറച്ച് കഷ്ടമാണ് നന്ദിനി. അനുഭവം കൊണ്ടല്ലേ സാറ് പറയുന്നത്. അപ്പൊ സാർ എന്ത് തീരുമാനിച്ചു? മദ്യപിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ ഇറങ്ങിപ്പോവും. ഫംഗ്ഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. ഇനി അതല്ല സാറ് മദ്യപിക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ ഒരു കുഴപ്പം ഉണ്ടാക്കാതെ ഇവിടെ നിന്നോളാം. തീരുമാനം ഉറപ്പിച്ചോ? ഉറപ്പിച്ചു സർ. ഇനി എനിക്ക് വേറൊരു ബഹളം കൂടി കാണാൻ വയ്യ. ഓക്കെ, എന്നാ ഞാൻ മദ്യപിക്കുന്നില്ല. ഫംഗ്ഷൻ നന്നായിട്ട് നടക്കട്ടെ. ഉറപ്പല്ലേ? താൻ പോയി കളയെന്ന് പറഞ്ഞ ഉറപ്പല്ലേ? അതുറപ്പാ. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഫംഗ്ഷൻ തീരുന്നവരെ മദ്യപിക്കുന്നില്ല, പോരെ? ശരി, എന്നാ ഞാൻ ബാക്കി പണിയൊക്കെ നോക്കട്ടെ. ചെല്ല്. ഓ, വേണ്ടായിരുന്നു. അതെ, മണയില്ലാത്ത മദ്യം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. സാറ് കഴിച്ചിട്ടുണ്ടെങ്കിൽ സാറിന്റെ കണ്ണിൽ നോക്കി എനിക്കറിയാൻ പറ്റും. അതെങ്ങനെയാ? ഈ ഉണ്ട കണ്ണില്ലേ, അതിങ്ങനെ പുറത്ത് തള്ളി വരും. അങ്ങനെ എങ്ങാനും ഞാൻ കണ്ട വേദ, നിനക്കൊരു കാര്യം അറിയോ? നമ്മുടെ തൻവയില്ലേ, നമ്മുടെ ജൂനിയർ, എടോ മിസ് കോളേജ് ബ്യൂട്ടി എന്നൊക്കെ ബോയ്സ് വിളിക്കുന്നേ. അവള് തരുണിനെ കയറി പ്രൊപ്പോസ് ചെയ്തു. അവൻ വിട്ടുകളഞ്ഞു. എന്റെ അനുഭവത്തില് നല്ല കാണാൻ കൊള്ളാവുന്ന ചുള്ളത്തെ പെമ്പിള്ളേര് ഒരു 4-5 പേരെങ്കിലും അവനെ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവൻ പ്രൊപ്പോസ് ചെയ്ത ഒരാളേ ഉള്ളൂ, അത് നീയാ. എടി പെണ്ണെ, നീ എന്തിനാ ഇങ്ങനത്തെ ഇൻട്രൊഡക്ഷൻ ഒക്കെ അവന് കൊടുക്കുന്നേ? ചുമ്മാ ഇരുന്നേ. Here is our hero. അപ്പൊ കോറ തികഞ്ഞല്ലോ. ഇനി പാട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നാ നമുക്ക് പ്രോഗ്രാം തുടങ്ങിയാലോ? തരുൺ, നീ പ്രസന്റ് ഒന്നും കൊടുക്കുന്നില്ലേ? എടാ, അത് മോശമായി പോയി. നിന്റെ ഗിഫ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. എന്നാലും വേദയ്ക്കൊരു പ്രസന്റ് ഇല്ലാതെ വരാന്നൊക്കെ പറഞ്ഞ മോശാണ്. ഞാൻ വേദയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് കാണിക്കണമെങ്കിൽ
ദായി കാണുന്ന എല്ലാ ഡോറും ഒന്ന് ക്ലോസ് ചെയ്യണം. ലൈറ്റ്സുകളെല്ലാം ഒന്ന് ഓഫ് ചെയ്യണം. ഡാ കുഴപ്പം പിടിച്ച പരിപാടി എന്തെങ്കിലും ആണോ? പ്ലീസ് ലക്ഷ്മി. ലൈറ്റ്സ് ഓഫ്. ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? താങ്ക് യു. ഇതെങ്ങനെയാ എന്റെ ഫോട്ടോസ് ഒക്കെ സംഘടിപ്പിച്ചേ? സ്നേഹത്തിന് മറികടക്കാൻ പറ്റാത്ത ഒരു വേലിക്കെട്ടും ഈ ലോകത്ത് ആരും പെടുന്നിട്ടില്ല. കാലയ്ക്ക് മോനെ, എന്താ ഒരു പഞ്ച്. ഓക്കെ, ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. യാ. വാ. കട്ടി. പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? കിടിലം. ഓ, ചേച്ചിയുടെ ആ ഐഡിയ ഉണ്ടല്ലോ, അതങ്ങ് കയറി വർക്കായി. പിന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ അവള് ഓടി വന്നെന്നെ ഹഗ് ചെയ്തു. ഗുഡ്. അപ്പോ കാത്തിരുന്ന് നിന്റെ പ്രണയം പൂവണിഞ്ഞു അല്ലേ? അങ്ങനെ ഉറപ്പിച്ച് പറയാറൊന്നും ആയിട്ടില്ല, ഒരു റൂട്ടായി. ഓക്കെ. ഇന്ന് രാത്രി അവളുടെ വീട്ടിൽ പാർട്ടി ഇല്ലേ? നീ പോകുന്നില്ലേ അവിടെ? ഏയ്, അത് ശരിയാവില്ല. വൈ? നീ പോണം. അത് ശരിയാവില്ല ചേച്ചി. ചേച്ചി വേറെ കോളേജിലേക്ക് വരട്ടെ, സമയമുണ്ടല്ലോ. സമയം ഒട്ടും ഇല്ല. എടാ മോനെ, ഒരു കാമുകനൊപ്പം തന്നെ 2 or 3 ബെസ്റ്റുകളെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പെൺകുട്ടികളാ ഇപ്പൊ മുഴുവൻ. ഒരുത്തൻ സമയം വൈകി കഴിഞ്ഞാ അടുത്തവൻ കൂളായിട്ട് ഇടിച്ചു കയറും. സോ നീ ഇന്ന് അവളെ വീട്ടിൽ പോയി കാണണം. എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടല്ല, തനിച്ച്. അയ്യോ, തനിച്ചോ? യെസ്. റിസ്ക് എടുക്കുന്ന ആമ്പിള്ളേരെ പെൺപിള്ളേർക്ക് ഭയങ്കര ഇഷ്ടാ. നീ പോണം. അവൾ ഒരിക്കലും മറക്കാത്തൊരു പ്രസന്റ് അവൾക്ക് നീ കൊടുക്കാൻ വേണം. ഇനി എന്ത് പ്രസന്റ്? നോർമൽ കേസില് ഒരു ഡയമണ്ട് അവളുടെ വിരലിൽ ഇട്ടുകൊടുത്ത് ഇന്ന് തന്നെ അവളെ നീ പ്രപ്പോസ് ചെയ്യണം. ഡയമണ്ട് റിങ്ങോ? എന്റെ സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു സാധനമേ ഇല്ല. പക്ഷേ എന്റെ കയ്യിലുണ്ട്.